and welcome back to our channel. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മുടെ ചാനൽ മോണിറ്ററൈസ് ആയിരിക്കുകയാണ്. പല ചാനലിന്റെ ആഡ്സ് കണ്ടുവരുന്നുണ്ടാവും അല്ലേ. അപ്പൊ 2 ദിവസമായിട്ട് അപ്പൊ നമ്മൾ വീഡിയോസ് അതിന് മുന്നേ ചെയ്ത് വെച്ചാണെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളൊരു സെലിബ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ, വേറെ കാര്യം. ഇത് നമ്മളൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു BB ക്രീമിന്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ചെയ്തിട്ട് പെട്ടെന്ന് വീഡിയോ കാണാനായി സാധിക്കും ചെയ്യും. സോ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ BB ക്രീം, പോൺസ് വൈറ്റ് ബ്യൂട്ടി BB പ്ലസ്. എന്താണ് ഈ BB ക്രീം? ബ്ലെമിഷ് ബാം ആണ് BB ക്രീം തന്നെ. ഇത് BB പ്ലസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലുള്ള ആദ്യത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് വായിക്കാം. ഇത് ഒറിജിനൽ ആണ്. നമുക്കത് 2 ഷെയ്ഡ് പോലെയാണ് വരുന്നത്, ഒറിജിനലും മീഡിയവും. അപ്പൊ ഫ്രണ്ടിലുള്ളത് ഒറിജിനൽ പോൺസ് വൈറ്റ് ബ്യൂട്ടി BB പ്ലസ്. പിന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 82 റുപ്പീസ് ആണ് നമുക്ക് ശരിക്കും ഇതിന്റെ റേറ്റ്. പക്ഷെ ഇപ്പോൾ ഇതുണ്ട്, ഇപ്പോൾ 67 റുപ്പീസ് ആണ് കേട്ടോ. പിന്നെ SPF ഉണ്ട് നമ്മളിതിൽ 30 ആണ്, 30 PA++ ആണ് SPF. പിന്നെ ഇൻസ്റ്റന്റ് സ്പോട്ട് കവറേജ് പ്ലസ് നാച്ചുറൽ ഗ്ലോ ഉണ്ട്, ഫോർമുലേറ്റഡ് ബൈ പോൺസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ മുഴുവനായിട്ട് ഫ്രണ്ടില് ഇത്രയാണ് അവർ കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ അവൈലബിൾ ഇൻ പറഞ്ഞ 2 ഷെയ്ഡ് ആയിട്ടുണ്ടെന്ന് ആയിട്ട് കാണുന്നുണ്ടാവില്ല, 2 ഷെയ്ഡ് ഉണ്ട്, ഒറിജിനലും മീഡിയം. അപ്പോൾ ഒറിജിനൽ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോൺ, മീഡിയം ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ മീഡിയം ടു ഡീപ്പ് മീഡിയം സ്കിൻ ടോൺ. അപ്പൊ എന്താണ്, നമുക്ക് കുറച്ച് ഫെയർ ആയിട്ടുള്ള ആളുകൾ മുതൽ ജസ്റ്റ് ഒരു മീഡിയം ഷെയ്ഡുള്ള ആൾക്കാർക്ക് വരെ നമുക്ക് ഒറിജിനൽ BB ക്രീമാണ് വാങ്ങേണ്ടത്. പിന്നെ മീഡിയം BB ക്രീം ഉണ്ട്. അതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു മീഡിയത്തിൽ നിന്ന് ഒരു ചെറുതായിട്ടൊരു വേരിയേഷൻ ഉള്ളതിന് മുതൽ ഡസ്കി സ്കിൻ ഉള്ളവർക്ക് വരെ നമുക്ക് മീഡിയമാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടാവും കേട്ടോ. കാരണം നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന മീഡിയം ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചേഞ്ച് ഉണ്ടാവും, സ്കിൻ ടോൺ വ്യത്യാസമില്ല. അതുകൊണ്ട് പിന്നെന്താ, ഇതിൽ ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. യൂസ് എവറി മോർണിംഗ് ഓൺ ക്ലെൻസ്ഡ് സ്കിൻ. അപ്പൊ എന്താണ്, നമുക്ക് എന്നും മോർണിംഗ് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ സ്കിന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ്സ് ലൈറ്റ് സ്ട്രക്ചർ മേക്സ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ എവറി ഡേ യൂസ്. ഓക്കെ, അപ്പൊ എന്താണ്, വളരെ ലൈറ്റ് സ്ട്രക്ചർ ആണെന്നാണ് പറയുന്നത്. Smooth cream over the entire face and gentle spread it until the color blends well with the natural skin tone. അപ്പൊ എന്താണ്, നമുക്ക് ഫേസിൽ ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ സ്കിന്നിന്റെ സെയിം കളർ ആവുന്നത് വരെ നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. റീടച്ച് ആസ് നീഡഡ് ത്രൂ ഔട്ട് ദ ഡേ. അപ്പൊ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് റീടച്ച് ചെയ്യണം. കാരണം ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഡിം ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും റീടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് വാർണിംഗ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡു നോട്ട് സ്റ്റേ ടു ലോങ് ഇൻ ദ സൺ വൈൽ യൂസിങ് എ സൺ പ്രൊട്ടക്ട്. അപ്പോൾ സൺസ്ക്രീൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഇപ്പൊ സൺസ്ക്രീൻ ആയാലും അതേപോലെ തന്നെ ഇപ്പൊ BB ക്രീം ആയാലും എന്തായാലും കൂടുതൽ ടൈം നമ്മൾ സണ്ണിനെ എക്സ്പോഷർ ചെയ്യാതെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ കേസ് ഓഫ് എനി ഇറിറ്റേഷൻ ഡിസ്കണ്ടിന്യൂ ദ യൂസ് ആൻഡ് കൺസൾട്ട് ദ ഡെർമറ്റോളജിസ്റ്റ്. അപ്പൊ നമുക്കിപ്പോൾ ഈ ക്രീം യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും സ്കിൻ റാഷസോ അല്ലെങ്കിൽ പിമ്പിൾസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ യൂസ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. സ്റ്റോർ അവേ ഫ്രം ദ ഡയറക്ട് സൺലൈറ്റ് ആൻഡ് ഹീറ്റ്. അപ്പൊ ഹീറ്റും സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് ഇത് സ്റ്റോർ ചെയ്യാതെ സൂക്ഷിക്കാം. അപ്പൊ ഇത്രയാണ് അതിന്റെ ഇൻസ്ട്രക്ഷൻസും അതേപോലെ തന്നെ വാർണിംഗ്സും പിന്നെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളും വന്നിട്ടുള്ളത്. പിന്നെ ഈ BB ക്രീം നമ്മളിത് ഓപ്പൺ ചെയ്യാൻ മുമ്പ് കുറച്ചുകൂടി ഞാൻ BB ക്രീമിനെ കുറിച്ചിട്ട് പറയാം. നമ്മുടെ ഈ BB ക്രീം എന്ന് പറയുമ്പോൾ ഒരു മേക്കപ്പ് ഫിനിഷർ പിന്നെ ഒരു മോയ്സ്ചറൈസറും കൂടിയാണ്. പിന്നെന്താ, നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൗണ്ടേഷൻ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ നമ്മൾ എന്താണ് കൂടുതലായിട്ട് പല പുട്ടിയടിച്ച പോലെ ഒന്നും തോന്നില്ല നമ്മൾ BB ക്രീമാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഇതിന്റെ ബെനിഫിറ്റ് എടുത്ത് പറയാൻ പറ്റുന്നത് എന്താ, നമ്മുടെ ഈ സ്കിന്നിൽ ഈ ഒരു ബ്ലാക്ക് സ്പോട്ടുകൾ കാണുന്നില്ലേ. പിന്നെ അതേപോലെ നമ്മൾ ആക്നെയൊക്കെ വന്നിട്ട് ഒരുപാട് സ്പോട്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ BB ക്രീം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു BB ക്രീം എന്നല്ല, എല്ലാ BB ക്രീമിനും അതന്നെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാം നമ്മുടെ ഈ പോഴ്സ് ഒക്കെ ക്ലോസ് ആവുന്നുണ്ട് അല്ലേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ BB ക്രീം യൂസ് ചെയ്യുമ്പോൾ പോഴ്സ് ക്ലോസ് ചെയ്യുന്നില്ല, കാരണം പോഴ്സ് നല്ല ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. BB ക്രീം എന്ന് പറയുമ്പോൾ ഒരു കോംബോ ആണ്. ഇതൊരു ഒറ്റ പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമർ, മോയ്സ്ചറൈസർ, SPF, കൺസീലർ, ഫൗണ്ടേഷൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ BB ക്രീം എന്നുള്ള സംഭവം. അപ്പൊ ഇത് ഭയങ്കര ലൈറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ ഇതിന്റെ
ഏറ്റവും കുഞ്ഞ് പാക്കാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇതിന് 9 gram ആണ് ഈ പ്രോഡക്റ്റ് കേട്ടോ. ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഇൻസ്റ്റന്റ് സ്പോട്ട് പ്ലസ് നാച്ചുറൽ ഗ്ലോ ആണ് ഇവരത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതാ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓണം ലുക്കിന്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് കാണിക്കാം കേട്ടോ അത് എങ്ങനെയാന്നുള്ളത്. ഓക്കെ, കണ്ടോ? അപ്പോൾ ഫൗണ്ടേഷൻ പോലെ തന്നെയാണ്. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. കണ്ടോ? ബ്ലെൻഡ് ചെയ്യും. നന്നായിട്ട് നമ്മുടെ സ്കിൻ ടോൺ വരെ ബ്ലെൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ആ സ്കിൻ ടോൺ വരെ നമുക്ക് ആകുമ്പോൾ കണ്ടോ, ഇനി വേണമെങ്കിൽ ഞാൻ ഈ ഡാർക്ക് സ്പോട്ട് ഒന്ന് ഹൈഡ് ചെയ്ത് കാണിക്കാം. ഏതെങ്കിലും ഒരു ഡാർക്ക് സ്പോട്ട് ഹൈഡ് ചെയ്ത് കാണിക്കാം. നന്നായിട്ട് ഡാർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കൂ, അവിടെ ഒരു അടയാളമുള്ള പോലെ തോന്നണില്ല അല്ലേ? ഒരു താഴ്ത്തിക്കൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഒറ്റ എന്നാണ് ഹൈഡ് ചെയ്തത്. നന്നായി വർക്ക് ചെയ്യണ, എനിക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിൽ വ്യത്യാസം ഉണ്ടല്ലേ. അപ്പൊ ചില ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചില ആൾക്കാർക്ക് പിമ്പിൾസ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് കുഞ്ഞായിട്ട് ഇങ്ങനെ തരിയായിട്ട് മുഖത്ത് ഇങ്ങനെ പൊങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ അത് യൂസ് ചെയ്യുമ്പോൾ അല്ല, ചില ആൾക്കാർ ഫേസിൽ മൊത്തമായിട്ട് അങ്ങനെ യൂസ് ചെയ്യും. ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്ക് കുഴപ്പമില്ല. ഞാൻ ഈ ആക്നെ സ്പോട്ട് മാത്രം ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. വേറെ ഞാൻ ഫുള്ളി ഫൗണ്ടേഷനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ഞാൻ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഈ BB ക്രീം എന്നുള്ള ഈ പോൺസിന്റെ കമ്പനിയിൽ നിന്ന് മാത്രമല്ല നമുക്കുള്ളത്. നമുക്ക് മാബ്ലൈൻ, ലോറിയൽ എല്ലാ കമ്പനീസിൽ നിന്നും അവൈലബിൾ ആണ് ഈ BB ക്രീം എന്നുള്ളത്. അപ്പൊ ഇഷ്ടപ്പെട്ടവർക്ക് BB ക്രീം ഒക്കെ വാങ്ങി യൂസ് ചെയ്യട്ടോ. കാരണം ഇപ്പൊ പുറത്തൊന്നും പോകാത്ത ആരാണ് കൂടുതലും. ഞാനിപ്പോ വീഡിയോ ചെയ്യുമ്പോൾ അധികം കൂടുതൽ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ആകെ ടാൽക്കം പൗഡർ മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ ഇങ്ങനത്തെ റിവ്യൂ വരുമ്പോഴാണ് ജസ്റ്റ് ഞാൻ അങ്ങനെ ഇട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മൾ ഈ BB ക്രീം എന്നുള്ളത് ഈ പോസ്റ്റ് ലേസർ ട്രീറ്റ്മെന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു പ്രൊട്ടക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു കവറേജ് ആയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു BB ക്രീം ആക്ട് ചെയ്യണത്. അപ്പൊ ഇത്രയാണ് നമുക്ക് BB ക്രീമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ ഈ ബാക്കിലുള്ളതും കൂടി ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. പോൺസ് വൈറ്റ് ബ്യൂട്ടി BB പ്ലസ് ഫെയർനെസ് ക്രീം SPF 30 PA++ with Gen White cover formula helps reveal your പെർഫെക്റ്റ് നാച്ചുറൽ ലുക്ക്. അത് ഞാൻ പറഞ്ഞല്ലോ, നാച്ചുറൽ ലുക്ക് ആയിരിക്കും. നമ്മൾ കൂടുതലായിട്ട് പുട്ടിയടിച്ച് പോണ പോലെ ഒന്നും തോന്നില്ല. കട്ടിയിലൊന്നുമല്ല, നമ്മൾ നല്ല നൈസായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരു പുട്ടിയടിച്ച് പോലെ ഒന്നും തോന്നില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞത് മാറ്റ് ഫിനിഷ് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയാം. മാറ്റ് ഫിനിഷ് ആവില്ല കേട്ടോ. നമ്മൾ ലുക്ക് ലാസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ് ലുക്ക് ആവില്ല. പിന്നെ നമുക്ക് ടാൽക്കം പൗഡർ ഒക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൽ എഴുതിയിട്ടുള്ളത് ദ ഫസ്റ്റ് ഓൾ ഇൻ വൺ BB പ്ലസ് ഫെയർനെസ് ക്രീം SPF 30 PA++. SPF-നെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഞാൻ നെക്സ്റ്റ് ഒരു സൺസ്ക്രീനിന്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. അതിൽ ഞാൻ SPF എന്താണ്, നമ്മളെ എങ്ങനത്തെയൊക്കെയാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ ഇതില് ഓക്കെ, the pods that works from outside and inside. അപ്പം പുറമേ നിന്നും അകമേ നിന്നും നമുക്കത് ആക്ട് ചെയ്യുന്നുണ്ട്. This unique skin color matching fairness cream gives you a natural looking instant glow on the outside while working from the deep inside for a perfect and glowing skin every day. അപ്പോൾ നമുക്ക് ഇന്ന് നല്ല അടിപൊളി സ്കിൻ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, മാറ്റ് ഫിനിഷ് അല്ല, കണ്ടോ ഗ്ലോയിങ് ആണ്. മാറ്റ് ഫിനിഷ് അല്ല, ഗ്ലോയിങ് ആണ്. പിന്നെ ഡ്യുവൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഫെയർനെസ് ക്രീം പ്ലസ് ലൈറ്റ് വെയിറ്റ് ഫൗണ്ടേഷൻ. ഫെയർനെസ് ക്രീം ആണെന്ന് വെച്ചാൽ ഫെയർനെസ് ക്രീം ആണ്. പിന്നെ ഫൗണ്ടേഷൻ ആണെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനും കൂടിയാണ്. ഇൻസ്റ്റന്റ് സ്പോട്ട് കവറേജ് ആൻഡ് നാച്ചുറൽ ഗ്ലോ ഓൺ ഫ്രം ഔട്ട്സൈഡ്. പുറത്ത് നോക്കുമ്പോൾ നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോ ഉണ്ടായിരിക്കും. പിന്നെ പറഞ്ഞത് ഒരു ലൈറ്റ് ആയിട്ട് നമ്മുടെ സ്പോട്ട് കവറേജ് ഒക്കെ ലൈറ്റൻസ് യുവർ സ്കിൻ ടോൺ ആൻഡ് spots from the inside, evens the skin tone. പിന്നെ നോ ക്ലോഗിങ് ഓർ സ്പോട്ട്. അപ്പം എന്താണ്, അടയൊന്നുമില്ല കേട്ടോ, നമ്മുടെ പോർട്സ് ഒന്നും അടയില്ല. ലൈറ്റ് ആൻഡ് നോൺ ഓയിലി ടെക്സ്ചർ. ഓയിലി ടെക്സ്ചറും അല്ല, എന്നാൽ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടെക്സ്ചർ അല്ല, ജസ്റ്റ് ഒരു ഗ്ലോയിങ് ആയിട്ടുള്ളൊരു ലുക്കാണ് നമുക്ക് കിട്ടുക. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അത്രയും ഞങ്ങളിവിടെ ഞങ്ങളുടെ കുറ്റിപ്പുറത്തുള്ള സെയിൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് 65 റുപ്പീസാണ് ആയത്. പിന്നെ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ഈ ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാട്ടർ, പിന്നെ സിങ്ക് ഓക്സൈഡ് ഒക്കെയാണ് ഇതിലുള്ള ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രാഗ്രൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അല്ലേ.
ഒരു ലൈറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്, നല്ല മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് നമ്മളുടെ ഈ BB ക്രീമിനുള്ളത്. വലിയൊരു കുത്തുന്ന സ്മെല്ലൊന്നുമല്ല, ചെറുതായിട്ടൊരു ഫ്രാഗ്രൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു BB ക്രീമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിയിട്ട് യൂസ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്ന സംഭവം ഒന്നല്ല. പിന്നെ ഇത് ഏറ്റവും ചെറിയ പാക്കാണ്. നമുക്ക് ഇതിന്റെ വലിയ പാക്കുകൾ അവൈലബിൾ ആണ്, ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. സാധാരണ നമ്മുടെ ഫാൻസി ഷോപ്പിലും ഹൈപ്പർ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് എന്നോട് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുള്ളൂ കേട്ടോ, ഞാൻ എന്തായാലും റിപ്ലൈ തരാം. അപ്പൊ നമുക്ക് വീണ്ടും നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.